പാലക്കാട് കേരളോത്സവത്തിൽ സമ്മാനദാനത്തെ ചൊല്ലി കയ്യാങ്കളി. വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനും അംഗങ്ങൾക്കും മർദ്ദനമേറ്റു. മുട്ടിക്കുളങ്ങരയിൽ ഇന്നലെ വൈകിട്ടാണ് പുതുപരിയാരം പഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ കയ്യാങ്കളി നടന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവം? ഇന്നലെ വൈകിട്ട് 6:30 ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലായിരുന്നു കേരളോത്സവത്തിന്റെ ഫൈനൽ സംഘടിപ്പിച്ചത്. ഫുട്ബോൾ മത്സരം കഴിഞ്ഞതോടെയാണ് തർക്കം തുടങ്ങിയത്. സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മത്സരാർത്ഥികൾ പഞ്ചായത്ത് അധികൃതരെ സമീപിക്കുകയായിരുന്നു. എല്ലാ മത്സര വിജയികൾക്കും തിങ്കളാഴ്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനം നൽകാനായിരുന്നു തീരുമാനം. സമ്മാനം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് മത്സരാർത്ഥികളുടെ കൂടെ ഉണ്ടായിരുന്നവരും അധികൃതരുടെ നേർക്ക് വരികയായിരുന്നെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. പ്രസിഡന്റ് PR ബിന്ദുവിനെ അസഭ്യം പറഞ്ഞെന്നും അംഗങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടെ പ്രസിഡന്റിന്റെ കൈക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തടയാനെത്തിയ പഞ്ചായത്ത് അംഗങ്ങളായ അജിത ഗംഗാധരൻ, പ്രസിഡന്റിന്റെ ഡ്രൈവർ ശശീന്ദ്രൻ എന്നിവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ശേഷം രാത്രി 10 മണിയോടെ അധികൃതർ ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു. കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഉൾപ്പെടെയാണ് കേരളോത്സവത്തിലെ സമ്മാനദാനത്തെ ചൊല്ലി തർക്കത്തിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ശരി അരുൺ, പാലക്കാട് കേരളോത്സവത്തിലാണ് സമ്മാനദാനത്തെ ചൊല്ലി കയ്യാങ്കളി ഉണ്ടായത്.